സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഉൽപ്പാദിക്കപ്പെട്ട വൈദ്യുതി 39,302.84 മെഗാ യൂണിറ്റാണ്. സർ, കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. സർ, ഇടത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഭിമാന നേട്ടമല്ലേ സർ അത്? സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് നൽകിയ കുടിവെള്ള കണക്ഷനുകൾ 39.79 ലക്ഷമാണ്. സർ, ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ വികസനത്തിൻ്റെ ചാലകശക്തിയായിരുന്ന കിഫ്ബിയിലൂടെ അനുമതി നൽകിയിട്ടുള്ള പദ്ധതികൾ 96,531.14 കോടി രൂപയുടേതാണ്. കിഫ്ബി പദ്ധതികൾക്കായി ഇതിനകം ചെലവഴിക്കപ്പെട്ടിട്ടുള്ള 38,535.02 കോടി രൂപയിൽ 27,712.36 കോടി ഈ സർക്കാരാണ് നൽകിയത്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് BM and BC നിലവാരത്തിലേക്ക് ഉയർത്തിയത് 17,749.11 കിലോമീറ്റർ റോഡുകളാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 1,657 കോടി രൂപ ചെലവഴിച്ച് മലയോര പാതയുടെ 212.2 കിലോമീറ്റർ നിർമ്മിച്ചു കഴിഞ്ഞു. സർ, 2,730 കോടി രൂപ ചെലവിൽ തീരദേശ പാതയുടെ നിർമ്മാണം നടക്കുകയാണ്. പാതയുടെ ഭാഗമായ മുനമ്പം കോരപ്പുഴ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. സർ, വടക്കൻ കേരളത്തിൻ്റെ ചിരകാല സ്വപ്നമായ വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു. സർ, 8.73 കിലോമീറ്റർ നീളമുള്ള ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ വിസ്മയകരമായ മാറ്റങ്ങൾ വയനാട്ടിലുണ്ടാവും. തുരങ്കപ്പാതയുടെ ചെലവ് 2,134.5 കോടി രൂപയാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് നിർമ്മിച്ച റെയിൽവേ ബ്രിഡ്ജുകളുടെ എണ്ണം 100 എണ്ണമാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ എണ്ണം 607 സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരമായി സർക്കാർ നൽകിയ തുക 68.69 കോടി രൂപയാണ്. സർ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല 512 കോടി രൂപ ചെലവിൽ തൃശ്ശൂർ പുത്തൂരിൽ ഈ സർക്കാർ സ്ഥാപിച്ചു. ഭാവിയിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ആകർഷകമായ സ്ഥാപനങ്ങളിലൊന്നായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറും എന്ന് തീർച്ചയാണ്. സർ, പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനായി സർക്കാർ സഹായം നൽകുന്ന ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിലൂടെ 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് നേടി വിദേശത്തേക്ക് പോയ കുട്ടികളുടെ എണ്ണം 1,104. സർ, സംസ്ഥാനത്തെ ഭൂരഹിതരായ പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത ഭൂമി 8,573.52 ഏക്കറാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചത് 5,000 കോടി രൂപയാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് കായിക താരങ്ങൾക്ക് നൽകിയ സർക്കാർ തൊഴിലുകളുടെ എണ്ണം 961. സർ, രണ്ടാം പിണറായി സർക്കാർ 4 വർഷം കൊണ്ട് PSC വഴി നൽകിയ നിയമനങ്ങളുടെ എണ്ണം 1,45,586. ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ 9 വർഷക്കാലം നിയമന ശുപാർശ നൽകിയത് 3 ലക്ഷത്തിലധികം പേർക്കാണ്. സർ, ഇന്ത്യയിലെ ആകെ PSC നിയമനങ്ങളുടെ കണക്കെടുത്താൽ 60% കേരളത്തിലാണ് നടക്കുന്നത്. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ കേരളത്തിൽ സൃഷ്ടിച്ച പുതിയ തസ്തികകളുടെ എണ്ണം 32,000. സർ, സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആകെ 2,374 കോടി രൂപ വരുന്ന 13 ലക്ഷത്തോളം ക്ലെയിമുകളാണ് സെറ്റിൽ ചെയ്തത്. സർ, മെഡിസെപ്പ് 1.0യുടെ പ്രവർത്തനം പരിശോധിച്ചും ഉയർന്നു വന്ന പരാതികൾ പരമാവധി പരിഹരിച്ചും തയ്യാറാക്കിയിട്ടുള്ള മെഡിസെപ്പ് 2.0 സർക്കാർ ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുകയാണ്. സർ, മുകളിൽ സൂചിപ്പിച്ച ഈ നേട്ടങ്ങൾക്ക് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശരിയായ വികസന കാഴ്ചപ്പാട്. 2, ജനങ്ങളിൽ നിന്ന് കൂടി സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് LDF പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാനമൊട്ടാകെ പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി സംസ്ഥാനത്തിൻ്റെ പൊതുഅഭിപ്രായം സമാഹരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം അന്തിമമായി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും തിരികെ ജനങ്ങൾക്ക് സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും വ്യതിയാനം ഉണ്ടാകുന്നില്ല. സർ, സർക്കാരിൻ്റെ തുടർച്ച മൂലം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞ വികസനക്ഷേമ കാര്യങ്ങൾ 10 വർഷം തുടർച്ചയായി സർക്കാരിന് നേതൃത്വം നൽകിയത് വഴി കേരളത്തിൻ്റെ ഭാവികാല വികസനത്തിന് ശക്തമായ അടിത്തറയിടാൻ 1-2 പിണറായി സർക്കാർക്ക് കഴിഞ്ഞു. സർ, വൻകിട വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നവകേരളത്തിന് വേണ്ടി സമഗ്രമായ വികസന സമീപനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അടുത്ത 2 പതിറ്റാണ്ടിലേക്കുള്ള കേരള വികസനത്തിന് അടിത്തറയിടാൻ 10 വർഷം നീണ്ട LDF ഭരണത്തിന് സാധിച്ചു. ഇത് ചെറിയ നേട്ടമല്ല. ലോകത്തിനൊപ്പം കേരളത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നും നാം തെളിയിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിൻ്റെ വ്യവസായ തൊഴിൽ രംഗങ്ങളെ ആധുനീകരിച്ച് അതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നാം വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു.